ലോകമെമ്പാടുമുള്ള കൈരളിയുടെ പ്രിയ പ്രേക്ഷകർക്ക് സ്നേഹം നിറഞ്ഞ നമസ്കാരം. നമസ്കാരം. മിൽമ പ്രസൻസ് ഫിറ ഫുഡ് സെലിബ്രിറ്റി കിച്ചൺ മാജിക് സീസൺ 3 പവർഡ് ബൈ അമൃതവേണി കേസഫി ആൻഡ് നമ്മുടെ രാമചന്ദ്രൻ. എന്തുണ്ട്? എന്തുണ്ട്? ഒന്നുമില്ല. ഉഷാറല്ലേ? കയ്യിലൊന്നുമില്ല. ഓക്കെ, ഒന്നും പറയുന്നില്ല. ഇതെന്താ എല്ലാരും ഇങ്ങനെ ഉഷാറില്ലാതിരിക്കണേ? ഉഷാറാക്കണ്ടേ? പിന്നെന്താ, ഇന്ന് ലഡു ഉണ്ടാക്കുന്ന ടീമാണ് നിങ്ങൾ. മറന്നുകൊണ്ടാ? തയ്യാറല്ലേ? അവരിങ്ങനെ ഒരുങ്ങി സുന്ദരികളായിട്ട് ഇരിക്കുകയാണ്. നല്ല രസമുണ്ട് കാണാൻ. ഇവരുണ്ടാക്കിയ ലഡു നന്നായിട്ടുണ്ട് അനീഷ. കൊള്ളാം. അതിനെ കടത്തി വിട്ടു. കൊള്ളാം. കടത്തി വിട്ടു അതിനെ. ശരി, ഓക്കെ. പക്ഷേ അപ്സര നേരത്തെ പറയാം, അവിടെ നിൽക്കുമ്പോ എന്നെ പറയായിരുന്നു എന്ത് രസമായിട്ട് ഒരു വേഷം. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അനീഷേട്ടാ, അനീഷേട്ടാ ഒരു കാര്യം ചെയ്താലോ? നമുക്ക് ഇവരെ ഇങ്ങനെ, എനിക്ക് ഇവരെ ഇങ്ങനെ ഒരുങ്ങി കണ്ടപ്പോഴേ ഇവര് റാം വാക്ക് ആണോ? സൂപ്പർ. എന്താ മീന ചേച്ചി താല്പര്യമില്ല? നന്നായിട്ടുണ്ട്. അവരൊരു ട്രഡീഷണൽ, നിങ്ങൾ കുറച്ചൊരു തുടങ്ങിയാലോ നമുക്ക്? താല്പര്യമില്ലേ? എനിക്ക് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കൂ. Gana sa
അപ്സര ഇനിയിപ്പോ നമ്മള് ഗംഭീരായിരുന്നു കേട്ടോ. ഗംഭീരായിരുന്നു, സൂപ്പർ, നല്ലായിരുന്നു. അടിപൊളിയായിരുന്നു. നിങ്ങൾ നല്ല രസമായിരുന്നു. താങ്ക് യു. പറയാൻ വേണ്ടിയിട്ടായിരുന്നു ഞങ്ങളുടെ ഒരു ശ്രമം. നിങ്ങൾ പറഞ്ഞില്ലല്ലോ, നിങ്ങൾ കൊള്ളായിരുന്നെന്ന് പറഞ്ഞത് ഞങ്ങൾ പറയില്ലായിരുന്നു. പക്ഷെ എല്ലാവരും നന്നായിരുന്നു കേട്ടോ, ഭയങ്കര അഭിപ്രായം. അതെ, ഭയങ്കര അഭിപ്രായം. 900 ലൈക്ക്. അപ്പൊ ഇനിയിപ്പോ ചിരിക്കാൻ വരട്ടെ, ഇനിയിപ്പോ ലഡു ഉണ്ടാക്കേണ്ട സമയമായിരിക്കുകയാണ്. ഓക്കെ, ആരാ ഇവർക്ക് സൂഹിക്കാം, ഇവർ കഴിഞ്ഞല്ലോ. റെസ്റ്റിംഗ്. ഇല്ല, യമുന ചേച്ചിയെ കണ്ടറിയാം, അവരിങ്ങനെ ലഡു ഉണ്ടാക്കാൻ വേണ്ടി ഇങ്ങനെ എന്റെ ലഡു ശരാന്ന് ഇരിക്കുക. പക്ഷെ എന്തൊക്കെയോ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. കൊള്ളി ഒന്നുമില്ല. വേഷമൊക്കെ ഭയങ്കര സിമ്പിൾ ആൻഡ് ഹംബിൾ. ഇതാണോ സിമ്പിൾ? ഈ സിംപ്ലിസിറ്റി ഇഷ്ടപ്പെട്ടില്ലേ? ഓൾ ദി ബെസ്റ്റ്, ഓൾ ദി വെരി ബെസ്റ്റ്. അപ്പോൾ നിങ്ങളുടെ രണ്ടുപേർക്കും, രണ്ട് ടീമിനും എല്ലാവിധ ആശംസകളും നേരുകയാണ്. താങ്ക് യു. മിൽമ പ്രസൻസ് ഫിറ ഫുഡ് സെലിബ്രിറ്റി കിച്ചൺ മാജിക് സീസൺ 3 പവർഡ് ബൈ അമൃതവേണി KSFE ആൻഡ് നമ്മുടെ രാമചന്ദ്രൻ. എല്ലാവർക്കും നമസ്കാരം. ഇത് കാണുമ്പോൾ നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും, എന്താണ് ഇന്ന് സെലിബ്രിറ്റി കിച്ചണിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന്. വിളക്കും പൂവും താലവും ഒക്കെ ആയിട്ട് ഞങ്ങൾ ഇങ്ങനെ നിൽക്കുന്നു, നല്ല ഒരു ആഘോഷത്തിന്റെ ഫീലാണ്. സാധാരണ കിച്ചൺ മാജിക്കിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അടുപ്പ് കത്തിച്ചാണ് തുടങ്ങുന്നത്. പക്ഷെ ഇന്ന് നമ്മളെന്താ ദിയ ചിരാത് കത്തിച്ചിട്ടാണ് തുടങ്ങുന്നത്. കാരണം നമുക്ക് ഇന്ന് കിട്ടിയിരിക്കുന്ന ഡിഷ് എന്ന് പറയുന്നത് എന്താണ്? ലഡു റൗണ്ട് ആണ്. അപ്പം ലഡുവിനെ കുറിച്ച് നമ്മൾ ഓർക്കുമ്പോൾ തന്നെ അറിയാം, സ്വീറ്റ് ആണ് അല്ലേ. അപ്പം അത് എപ്പോഴും ഒരു സന്തോഷത്തിന്റെയും ഉത്സവത്തിന്റെയും ആഘോഷത്തിന്റെയും ഒരു ഭാഗമാണ്. ഇപ്പം അമ്പലങ്ങളിലായിക്കോട്ടെ, അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ വരുന്ന ഒരു കല്യാണം ആയിക്കോട്ടെ, അല്ലാന്നുണ്ടെങ്കിൽ എന്ത് ഫംഗ്ഷൻ ആയിക്കഴിഞ്ഞാൽ ഒരു സന്തോഷത്തിന് ഒരു മധുരം മസ്റ്റാണ്. അതിൽ ആദ്യം നമ്മൾ ഓർക്കുന്നത് ജിലേബിയും ലഡുവും തന്നെയാണ്. അപ്പൊ അങ്ങനെ നമുക്ക് ഇന്നത്തെ കിട്ടിയ റൗണ്ട് ലഡു റൗണ്ടാണ്. അപ്പൊ നമ്മൾ എന്തായാലും ഒരു കുക്കിംഗ് റിയാലിറ്റി ഷോ അല്ലേ, അപ്പൊ അതിന്റെ ഒരു തീം പിടിക്കാന്ന് വിചാരിച്ചു. ലഡു റൗണ്ട് ആകുമ്പോൾ നമ്മൾ ഒരു ചെറിയ ഒരുക്കങ്ങളും പൂക്കളും ഇവൻ നമ്മുടെ ഡ്രസ്സിലുണ്ട്, പക്ഷേ ഏപ്രിൽ കാരണം മറിഞ്ഞിരിക്കുകയാണ്. കുറച്ച് മാറ്റുന്നതായിരിക്കും അതിൽ. കത്തിക്കാം. അപ്പൊ ഐശ്വര്യമായിട്ട് കത്തിക്കാം. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? അതെ, അതാണ്. അപ്പോൾ ഞങ്ങൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് സ്പെഷ്യലായിട്ടുള്ളൊരു വളരെ ഹെൽത്തിയായ ഒരു പ്രോട്ടീൻ ലഡു ആണ്. എന്ന് വെച്ചാൽ നമ്മുടെ എല്ലാ വീടുകളിലും എന്തായാലും ഒരു ഡപ്പയിലെങ്കിലും ഈ സാധനം ഉണ്ടാവും. മറ്റൊന്നുമല്ല, നല്ല പച്ച ചെറുപയർ. നമ്മളപ്പോൾ ചെറുപയർ സാധാരണ പരിപ്പ് കറി വെക്കും, തോരൻ വെക്കും ഒക്കെ ചെയ്യും. പക്ഷെ ലഡു ഉണ്ടാക്കാറില്ല. സുഹിയനൊക്കെ പണ്ട് നമ്മുടെ വീടുകളിൽ സുഹിയനൊക്കെ നമ്മുടെ അമ്മമാരൊക്കെ മുത്തശ്ശിമാരും ഉണ്ടാക്കി തന്നിട്ടുണ്ട്. പക്ഷെ ലഡു അധികാരം ഉണ്ടാക്കി കഴിച്ചിട്ടില്ല. മാത്രമല്ല ചെറുപയർ എല്ലാവർക്കും ഇഷ്ടമാണ്, ഏത് പ്രായക്കാർക്ക്, കുട്ടികൾക്കാണെങ്കിലും എല്ലാവർക്കും ചെറുപയർ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഹെൽത്തി ആയിട്ടുള്ള ഒരു ലഡു ആണ് ഉണ്ടാക്കുന്നത്. അതാണ് ചെറുപയർ ലഡു. അതിന്റെ കൂടെ ഹെൽത്തി ആയിട്ടുള്ള കാഷ്യൂനട്ട് ഉണ്ട്, പീനട്ട് ഉണ്ട്, പിന്നെ വെള്ള ശർക്കരയുണ്ട്, നെയ്യുണ്ട്, ഏലക്കയുണ്ട്, പിന്നെ നമ്മുടെ കിസ്മിസ് ഉണ്ട്, പിന്നെ നല്ല നാടൻ ചിരകിയ തേങ്ങ. ഇത്ര ഐറ്റംസേ ഉള്ളൂ. ഇത് ഈ ഭൂരിഭാഗം എല്ലാം വീട്ടിലുണ്ടാവും. പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ എന്തായാലും വീട്ടിലൊരു ചെറിയ പാക്കറ്റെങ്കിലും എല്ലാ വീടുകളിലും ഉണ്ടാവും. അപ്പൊ എന്തായാലും ഞങ്ങളിത് ചെയ്യാൻ പോവാണ്. ഇത് കണ്ടിട്ട് നിങ്ങളൊക്കെ ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്തിട്ട് ഞങ്ങളെ അറിയിക്കണം കമന്റ്സിലൂടെ. നമുക്ക് എടുത്തു പറയേണ്ടത് നമ്മുടെ നെയ്യ് ആരാണ് സ്പോൺസർ ചെയ്തിരിക്കുന്നത്? മിൽമ അല്ലേ. മിൽമയുടെ നെയ്യാണ്. കാരണം നെയ്യ് ലഡുവിൽ ഒഴിച്ചുവിടാൻ പറ്റുന്ന ഒരു സാധനമാണ് നെയ്യ് അല്ലേ. അതെ. അപ്പോൾ ഇനി നമ്മൾ ഇത് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് കാണിക്കാം. വളരെ സിമ്പിൾ ആണ്. വളരെ സിമ്പിൾ ആണ്, എളുപ്പമാണ്. കുറച്ച് ഐറ്റംസ് എളുപ്പമാണ്. എവിടെയാ സിമ്പിൾ ലഡു? വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന ലഡു. അതെ, ചെറുപയർ ലഡു ആണ്. വളരെ ഹെൽത്തി ആയിട്ടുള്ള പ്രോട്ടീൻ റിച്ച് ആയ ലഡു. നമ്മൾ പ്രോട്ടീൻ വെച്ച് മാറ്റി കളിക്കൂല. നവീൻ അവൻ കേക്കണ്ട, പ്രോട്ടീൻ അവൻ മൊത്തത്തിൽ പിടിച്ചു വെച്ചിരിക്കുക. പ്രോട്ടീന്റെ വേൾഡ് അംബാസഡർ അവനാണ്. അതാണ് ബീന ചേച്ചി അവിടെ തനിച്ചാക്കിട്ട് ഇങ്ങ് വരും. പ്രോട്ടീൻ. അനീഷേട്ടനും അപ്സര ഈ പല ടൈപ്പ് ലഡുകൾ കഴിച്ചിട്ടുണ്ട്. ഈ ചെറുപയർ ലഡു ഞാൻ കഴിച്ചിട്ടില്ല. ഞാനും കഴിച്ചിട്ടില്ല. അല്ല, അതിനേക്കാൾ മുമ്പ് ഒരു കാര്യം പറയാതിരിക്കാൻ പോയി, നിങ്ങളുടെ ഈ ഒരു അറേഞ്ച്മെന്റ്സ് ഉണ്ട്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ലഡു എന്ന് പറയുന്നത് ഒരു സന്തോഷത്തിന്, ഒരു ആഘോഷത്തിന്, ഉത്സവത്തിനുള്ള ഒരു സംഭവമാണ്. അപ്പം അത് ഒരു ഫെസ്റ്റീവ് മൂഡാണ് ലഡു എന്ന് പറയുന്നത്. ഇപ്പൊ അമ്പലങ്ങളിലാണെന്നുണ്ടെങ്കിൽ അതുപോലെ നമ്മുടെ വീട്ടിൽ ഒരു സന്തോഷ മൂമെന്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ലഡു ഒഴിച്ചുകൂടാത്ത ഒരു സാധനമാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ അത് തീർച്ചയായിട്ടും ഒരു ദിയ ലാമ്പ് കത്തിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ പൂക്കളൊക്കെ വെച്ച് ഒരു ഫെസ്റ്റീവ് മൂഡ് ക്രിയേറ്റ് ചെയ്തിരിക്കും. താങ്ക് യു. നമ്മൾ ഈ ദീപാവലിക്കൊക്കെ അല്ലേ മെയിൻ ആയിട്ട് ഈ ലഡുവും ജിലേബിയൊക്കെ സ്വീറ്റ്സ് എല്ലാം ഉണ്ടാക്കുന്നത്. അപ്പൊ നമ്മളും ലഡു എന്ന് കേട്ടപ്പോൾ ആ ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കാന്ന് വിചാരിച്ചു. നല്ല വളരെ പ്ലസന്റ് ആയിരിക്കും. സോ മച്ച്. ഇത് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഉണ്ടോ? ഇല്ല, വളരെ കുറച്ച്. ചെറുപയർ,
പീനട്ട്, കാഷ്യൂനട്ട്. ഇത് മൂന്നുമാണ് മെയിൻ ആയിട്ടുള്ള. ബാക്കി പിന്നെ ഏലക്ക, ശർക്കര, തേങ്ങ, നെയ്യ്. ഈ ചെറുപയർ എങ്ങനെ എന്താ ഇത് boil ചെറുപയർ ചെയ്യണോ? ഇല്ല ബോയിൽ വറക്കണം, വറുത്തിട്ട് പൊടിക്കണം. ബോയിൽ ചെയ്യുന്നതാണ് നമ്മുടെ പണ്ടത്തെ സുഖിയൻ. 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 ഓക്കേ, ഗണപതിക്ക്. ഗണപതിക്ക് പിന്നെ വൈറ്റ് ശർക്കരയാണ് ഇതിന് യൂസ് ചെയ്യുന്നത്. യൂസ് ചെയ്യുന്നത്. അപ്പം കുറച്ചുകൂടെ നമ്മുടെ ഗ്രീൻ കളർ നമുക്ക് മറ്റേ അല്ലെങ്കിൽ കറുത്ത ശർക്കര യൂസ് ചെയ്യുമ്പോൾ കറുത്ത് പോകും. ലഡുവിന് കറുപ്പ് വരും. ഓക്കെ, അപ്പൊ തുടങ്ങട്ടെ. തുടങ്ങിക്കോളൂ. Yes, ഐശ്വര്യ എടുക്കാം. ഐശ്വര്യ ഒരു എടുക്കട്ടെ. കപ്പ് ചെറുപയർ എടുക്കുകയാണ്. എന്നിട്ടൊന്ന് ഒരുപാടങ്ങ് മൂത്ത് പോകണ്ട, ചെറുതായിട്ടൊന്ന് ഇതായി ചൂടാക്കിയാൽ മതി നമുക്ക്. ഇനിയുള്ള വിശേഷ ദിവസങ്ങളിൽ നമ്മുടെ പ്രിയപ്പെട്ട സെലിബ്രിറ്റി കിച്ചൺ മാജിക്കിന്റെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട്, കുട്ടികൾക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന, മുതിർന്നവർക്കും കഴിക്കാൻ പറ്റും. അതെ, കാരണം ഇനിയിപ്പോ എല്ലാ ഫെസ്റ്റിന്റെ നമ്മുടെ ഓണം വരാൻ പോവാ. അനീഷേട്ടൻ പറഞ്ഞോളൂ, എനിക്ക് തോന്നുന്നു ഈ എപ്പിസോഡ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന പിള്ളേർക്കായിരിക്കും. കാരണം ലഡു എന്ന് പറയുമ്പോൾ പിള്ളേർക്ക്, കുട്ടികൾക്ക് ഭയങ്കര. അത് മാത്രമല്ല, ഇത് ശരിക്കും ഹെൽത്തിയാണ്. നമ്മളിത് വേറെ ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള സാധനം ഇല്ല. ഈ ചെറുപയർ എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് നല്ല ഗുണം തരുന്ന സാധനങ്ങളല്ലേ. പിന്നെ വീട്ടിൽ നമുക്ക് എല്ലാ വീട്ടിലും ഉണ്ടാവും ഒരു ഡപ്പിക്കകത്ത് ഈ ചെറുപയർ അല്ലേ. നമ്മൾ പരിപ്പ് കറി വെക്കാൻ, അല്ലെ പയർ തോരൻ വെക്കാൻ, എല്ലാ വീട്ടിലും ഇത് ആരുടെ വകയാണ്? ഇത് ചേച്ചിയുടെ ചേച്ചി പക്ഷേ ഈ ഒരു ഡെക്കറേഷൻ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ അതിന് വേണ്ടിയിട്ട് ചേച്ചി ഇതിൽ ഓടുകയും ചെയ്തു. പാവം. പൂക്കൾ ഞാൻ ചോദിക്കാൻ കൊണ്ടുവന്നാണോ? അല്ല, ഞങ്ങൾ ഇവിടെ പറഞ്ഞിരുന്നു, പക്ഷേ ഞങ്ങൾ ഇത് വേണമെന്ന് മസ്റ്റായിട്ട് പറഞ്ഞു. ആവശ്യപ്പെട്ടിരുന്നു. ഈ ചിരാത് മേടിക്കാൻ വേണ്ടി കുറെ കടകളിൽ പോയി തപ്പി പിടിച്ച്. ടൈമർ ഉണ്ട്, അതാ എടുത്ത് വന്നിട്ട് പതുക്കെ ടൈമറൊക്കെ എടുത്ത് സെറ്റ് ചെയ്ത് നമ്മൾ തുടങ്ങുന്നല്ലേ ഉള്ളൂ. അതെ. അപ്പൊ ശരി, അപ്പൊ നടക്കട്ടെ കാര്യങ്ങള്. ചെറിയ സങ്കടമുണ്ട്, വേഷം അതുപോലെ കാണാൻ പറ്റിയില്ല. നമ്മൾ ഇത് കഴിഞ്ഞ ഉടനെ ഊരും. അപ്പൊ ഈ ഡ്രസ്സിന്റെ പിന്നിൽ വലിയൊരു കാര്യമുണ്ട്, അത് പിന്നെ പറയാം. ഊരി കഴിഞ്ഞിട്ട് ഡ്രസ്സല്ല ഊരുന്നു, ഈ ആപ്പിൾ തെറ്റിദ്ധരിക്കരുത്. ശരി, അപ്പം ലഡു ഉഷാറാവട്ടെ. താങ്ക് യു. അപ്പൊ ഉത്സവമേളം ഉത്സവ രുചി. ടൈം ശ്രദ്ധിച്ചോളൂ കേട്ടോ. ടൈം ഒന്നും നമുക്ക് കാണാനില്ലല്ലോ. എല്ലാം വിസിൽ വരും, എല്ലാം വരും. ഓക്കെ, ശരി, താങ്ക് യു. അല്ല, നമ്മളിപ്പോ ചേച്ചി മെഷർ ചെയ്തിട്ടാണ് സാധനം ഇട്ടത്. അതെന്താണ് അതിന്റെ കാരണം? ചെറുപയർ വേണം ഇച്ചിരി മുന്നിൽ നിൽക്കാൻ. അതിന് താന്നേ നമുക്ക് അണ്ടിപ്പരിപ്പും കപ്പള്ളി നിൽക്കാവും. നമുക്ക് കഴിക്കുമ്പോൾ ചെറുപയർ ലഡുവിന്റെ ആ ചെറുപയറിന്റെ ഒരു ഇത് കഴിക്കണം, കുറച്ചുകൂടെ. ഇത് സാധാരണ വീട്ടിൽ ട്രൈ ചെയ്യുന്നതാണോ? പിന്നെ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അവരുടെ ഒരു ഇഷ്ടം കൊണ്ടാണ് ഒരു ഈ കോൺഫിഡൻസിൽ ഇവിടെ. അതെ, തീർച്ചയായിട്ടും. ഇല്ലായിരുന്നു ഇത് ചെയ്യൂലായിരുന്നു. അവര് കഴിച്ചിട്ട് അവർക്ക് ഇഷ്ടമുള്ള പെട്ടിട്ടാണ്. ചെറുപയർ അല്ലാതെ പുഴുങ്ങി കൊടുത്താലൊന്നും അവർ കഴിക്കത്തില്ല. പരിപ്പ് കറി കഴിക്കും, നമ്മുടെ പരിപ്പും പപ്പടവും അതൊക്കെ ഓക്കെ. അല്ലാതെ മതി. ഇനി അടുത്ത് ഇതുണ്ടോ? ഇതിനെ നമുക്ക് പൊടിച്ചെടുക്കാം. ഏലക്കപ്പൊടി, പിന്നെ വൈറ്റ് ശർക്കര. അതുകൂടെ മതി. കുറച്ചുകൂടി ഇതിലിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ നല്ല നൈസായിട്ട് എല്ലാം കൂടെ പൊടിച്ചെടുക്കണം. ഇത് നമ്മൾ ഏലക്ക പൊടി ഇട്ടിട്ടുണ്ട്, ശർക്കര ഇട്ടിട്ടുണ്ട്, അണ്ടിപ്പരിപ്പ്, കപ്പലണ്ടി, ചെറുപയർ എല്ലാം കൂടെ നല്ല നൈസായിട്ട് പൊടിച്ചെടുക്കും. വൈറ്റ് ശർക്കര ആയതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു കളർ ഫോമിൽ കിട്ടിയത്. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, നമ്മൾ ഗ്രീൻ ഗ്രാം ലഡു വെക്കുന്ന സമയത്ത് നമ്മൾ ബ്ലാക്ക് ശർക്കര ഉപയോഗിക്കാതെ ഈ വൈറ്റ് ശർക്കര തന്നെ ചെയ്യുക, എങ്കിലും ഈ ഒരു ഫോമിൽ നമുക്ക് കിട്ടുള്ളൂ, ഈ ഒരു കളർ ഫോമിൽ കിട്ടുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് നെയ്യെടുക്കാം. വീണ്ടും ഓർമ്മപ്പെടുന്നു, മിൽമയുടെ അടിപൊളി നെയ്യ് അല്ലേ? നല്ല പശുവിൻ നെയ്യ് തന്നെ ചെയ്യണം, എന്നാലേ ലഡു ഒക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഓക്കെ, നമുക്കപ്പോൾ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങ ആദ്യം മൂപ്പിച്ചൊന്ന് മാറ്റാം. കുറച്ച് കാഷ്നട്ട്, കണ്ടേ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങ ഉണ്ടോ നല്ല മുത്ത് പോലായത്. ഇനി നമുക്കിതിനെ ഇതിലോട്ടങ്ങ് മാറ്റാം.
ഇതിലേക്ക് പൊടിച്ചു വെച്ചിരിക്കുന്ന ഇട്ട് നന്നായിട്ട് ആ നെയ്യിൽ വരട്ടി ഒന്ന് എടുക്കണം. അപ്പം നെയ്യ് ഓൾറെഡി ഉണ്ട്, അതിലേക്ക് നമ്മൾ ഇടുകയാണ്. കിട്ടും. നല്ല ചെറുപയർ കൊണ്ട് ഉണ്ടാക്കിയതാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ലഡുവാണ്. വലിയവർക്കും കുട്ടികൾക്കും പ്രായമായവർക്കും ഒക്കെ കഴിക്കാൻ പറ്റിയതാണ്. ഇത് നെയ്യിൽ നന്നായിട്ട് ഈ പൊടിയുണ്ടല്ലോ മിക്സായി വരണം നമുക്ക്. ആ എന്താ പറയുക, അതിൻ്റെ ഒരു നമ്മൾ ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചിട്ടല്ലേ ഉള്ളൂ. അപ്പൊ ബാക്കി ഇച്ചിരി പച്ചപ്പൊക്കെ ഉണ്ടെങ്കിൽ നെയ്യിൽ കിടന്ന് വേണം അത് കറക്റ്റ് ആവാൻ. അത് പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, തീ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടേ ചെയ്യാവും. നമ്മൾ ഹൈ ഫ്ലെയിമിൽ വന്നാൽ എന്താ പറ്റുന്ന പറയുക, ഈ പൊടി പെട്ടെന്ന് കരിഞ്ഞു പോയാൽ ടേസ്റ്റ് മൊത്തം പോകും. അപ്പം കോൺസെൻട്രേഷൻ വേണം. കൈ എടുക്കാതെ ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കണം. ഇച്ചിരി രവ ഇളക്കട്ടെ. ഇത് ഇനി കഴിച്ചിട്ട് എങ്ങനെ ഉണ്ടെന്ന് നോക്കിയിട്ട് വേണം മോൾക്ക് ഇത് വെച്ച് കൊടുക്കാം. മോൾക്കും മോനും. അതാണ് മക്കൾക്ക് രണ്ടുപേർക്കും ചെയ്ത് കൊടുക്കും. നല്ലതാണ്, നല്ല ആരോഗ്യം. പണ്ട് നമ്മുടെയൊക്കെ കൊച്ചിലെ ഈ സിർലാക്കും ഫാരക്സ് എന്നൊക്കെ പറഞ്ഞ സാധനങ്ങളുണ്ട്. അതിനൊക്കെ പകരം ഞങ്ങളുടെ വീട്ടിലൊക്കെ ചെറുതിലെ ഈ ധാന്യങ്ങളുണ്ടല്ലോ, നവധാന്യം, ഇതെല്ലാം കൂടെ കൊണ്ടുവന്ന് ഈ കപ്പലണ്ടിയും ബദാമും ഇതെല്ലാം കൂടെ വീട്ടിൽ കൊണ്ടുവന്ന് ഇതിനെയൊക്കെ വറുത്ത് നല്ലപോലെ പൊടിച്ച് എടുത്തിട്ട് വെച്ചിട്ട് അതിനെയാണ് പാലിൽ കുറുക്കി തരും നമുക്കൊക്കെ. ഞാൻ ഇവർക്ക് വരുന്ന കുറച്ച് നവധാന്യ കിറ്റ് ഉണ്ട്, അതിനിടയ്ക്ക് അടുത്ത് പുട്ടുണ്ടാക്കും. നല്ലതാ പുട്ടുണ്ടാക്കാൻ. നല്ല തേങ്ങ പീര, നല്ല തേങ്ങ പീര ഇട്ടിട്ട് അത് പുട്ടുണ്ടാക്കാൻ നല്ലതാണ്. പക്ഷെ കുട്ടികൾക്ക് സത്യം പറഞ്ഞാൽ ആരോഗ്യത്തിന് ഏറ്റവും നല്ലത് അതൊക്കെയാണ്. നമ്മൾ ഈ പുറത്തുനിന്നുള്ള ഈ ടിൻ ഫുഡൊക്കെ മേടിക്കുന്നതിലും നല്ലതാണ് ഇങ്ങനത്തെ സാധനങ്ങൾ. ഇനി ഇതിലേക്ക് നമുക്ക് ഇതിൽ തേങ്ങ നന്നായിട്ട് ചേർക്കണം. പച്ച തേങ്ങ, ഉണക്ക തേങ്ങയല്ല, പച്ച തേങ്ങ തിരികെ ചേർക്കണം. അതിന്റെ ഉദ്ദേശം എന്താന്ന് വെച്ചാൽ ഈ ചെറുപയറിന്റെ ടേസ്റ്റ് ചിലപ്പോൾ നമ്മൾ ഇങ്ങനെ വറുത്തൊക്കെ ഇതാക്കി പിള്ളേർക്ക് ആ രുചി ചിലപ്പോൾ ഇഷ്ടപ്പെട്ടെന്ന് വരത്തില്ല. അപ്പൊ ആ അവർക്ക് അതിന്റെ ഗുണവും കിട്ടണം, എന്നാൽ ഇത് ടേസ്റ്റോടുകൂടി കഴിക്കാൻ വേണം. അപ്പൊ അതിന് വേണ്ടി നമ്മൾ ഇതിനകത്ത് എന്തൊക്കെ എക്സ്ട്രാ ആഡ് ചെയ്യാൻ പറ്റുമോ അതൊക്കെ ആഡ് ചെയ്ത് ടേസ്റ്റി ആയിട്ട് കുട്ടികൾക്ക് കൊടുത്താൽ അവരത് കഴിച്ചോളും. അപ്പൊ പച്ച തേങ്ങ തിരികിയത് കുറച്ച് കൂടുതൽ ഇതിൽ ചേർക്കണം. അപ്പൊ ആ ഒരു ചെറുപയറിന്റെ ഇല്ല, ഇപ്പൊ കറക്റ്റ് ആവശ്യത്തിനല്ല ഇട്ടു. ഇപ്പൊ നെയ്യൊക്കെ നല്ല തെളിഞ്ഞു വരും. വരുന്നില്ലേ? നെയ്യ് തെളിഞ്ഞു വരും. നെയ്യ് നല്ല തെളിഞ്ഞു വരുന്നതാണ് കറക്റ്റ് പരുവം. ചെറിയ ചൂടോടെ തന്നെ ഉണ്ട ഉരുട്ടണം. തേങ്ങ എത്ര ഇട്ടാലും ചെറുപയർ ലഡുവിന് നല്ലതാ. അത് ഞാൻ കണ്ടില്ല കേട്ടോ, സോറി. ഇവ ഒളിച്ചെടുത്ത് പാത്ത് ബാക്കി അതാ ഞാൻ ചോദിച്ചത്, എന്തെങ്കിലും ചിലപ്പോൾ ഇനി ആവശ്യം പറഞ്ഞെങ്കിലോ. എപ്പോഴും നമ്മൾ കുറച്ച് ഒരു ഇൻഗ്രീഡിയൻസ് കുറച്ച് സേഫ് ആയിട്ട് മാറ്റി വെക്കുന്നത് നല്ലതാണ്. അവസാനം എന്തെങ്കിലും ഒരു ചേരുവ കുറവുണ്ടെന്നുണ്ടെങ്കിൽ അല്ലേ. ഇവൻ പൊടിക്കൈയുടെ ആളാ, പിന്നെ ഡെക്കറേഷന്റെ ആളും. അത് ഞാൻ സമ്മതിച്ചു. ഏത് സാധനവും ഭയങ്കര ഭംഗിയായിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കുന്ന ആളാ. നമ്മള് ആഹാരത്തിന് എപ്പോഴും നമ്മുടെ വയറ് നിറയുന്നതിന് മുന്നേ നമ്മുടെ മനസ്സ് നിറയണം. അതെ. ഇപ്പൊ നമ്മൾ ആദ്യം സെൻസ് ചെയ്യുന്നത് നമ്മുടെ കണ്ണാണ് അല്ലേ. അങ്ങനെ നമ്മുടെ ടേസ്റ്റിയായ ഹെൽത്തിയായ ചെറുപയർ ലഡു സെറ്റായി. അപ്പൊ നമുക്ക് ഈ വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും കൂടെ ഫൈനൽ അതിലോട്ടിട്ട് അലങ്കാരക്രിയ കുറച്ചുകൂടി തീവ്രക്കാം. അപ്പൊ നമുക്കിതൊരു പാട്ടോടുകൂടി അങ്ങോട്ട്. ഏതാണ് പാട്ട്? പൂവും വിളക്കും കണ്ടപ്പോ ചേച്ചി പഴയ തംതനെങ്കിൽ ശ്രീദേവിയിലേക്ക് പോയി. പക്ഷെ എനിക്ക് ഇത് കാണുമ്പോ നമ്മുടെ എന്താ പറയാ, ശ്രീദേവിയുടെ ഒരു ഹിന്ദി പടം ഉണ്ടല്ലോ, അതിൽ ഈ കല്യാണത്തിന് ഇംഗ്ലീഷ് വിംഗ്ലീഷിൽ ലാസ്റ്റ് ഈ ലഡു ഉണ്ടാക്കുന്ന ഒരു സീൻ ഉണ്ട്. അപ്പൊ എനിക്ക് ലഡു ഉണ്ടാക്കുന്നുണ്ടപ്പോഴും എനിക്ക് ആ സീനാണ് ഓർമ്മ. ആ ഫംഗ്ഷന് അവസാനം ആ ലഡു എല്ലാം കൂടെ തട്ടി വീണ്ടും ഒന്നേന്നുണ്ടാകും. അപ്പൊ എനിക്കിത് കണ്ടപ്പോൾ അതാണ് ഓർമ്മ വരുന്നത്. ഒരു പാട്ട് പാടണോ നീ? എനിക്ക് പാടാൻ അറിയില്ല. ഞങ്ങൾ രണ്ടുപേർക്കും പാടാൻ അറിയില്ല. ഞങ്ങളത് പാടി കഴിഞ്ഞാൽ പക്ഷെ എനിക്ക് ടങ് ട്വിസ്റ്റർ അറിയാം. ടങ് ട്വിസ്റ്റർ ഇട്ട് തരാം. എന്നിട്ട് കേക്കട്ടെ. പറയൂ അതുപോലെ. ശ്രമിക്കാം.
ഓക്കെ. വെട്ടൂർ ചട്ടമ്പിക്കുട്ടന്റെ കോട്ട കെട്ടി മുട്ടിച്ച 8 പട്ടിക്കുട്ടികൾ പെട്ടെന്നുണ്ടായ വെട്ടൽ മൂലം 8 പെട്ടെന്ന് കോട്ട പൊട്ടി മരണപ്പെട്ടു. പാട്ടും അറിയില്ല, ടങ് ട്വിസ്റ്റും അറിയില്ല. അതാണ് കാലി പിടിക്കാം. ഇതിത്തിരി കടന്നുപോയി. വെട്ടൂർ ചട്ടമ്പിക്കുട്ടന്റെ കോട്ട കെട്ടി മുട്ടിച്ച 8 വെട്ടൂർ ചട്ടമ്പിക്കുട്ടന്റെ കോട്ട കെട്ടി മുട്ടിച്ച 8 പട്ടിക്കുട്ടികൾക്ക് 8 പട്ടിക്കുട്ടികൾക്ക് പെട്ടെന്നുണ്ടായ വെട്ടൽ മൂലം പെട്ടെന്നുണ്ടായ വെട്ടൽ മൂലം 8 പെട്ടെന്ന് കോട്ട പൊട്ടി മരണപ്പെട്ടു. മൊത്തം കോട്ട വാർത്തകൾ പൊട്ടി വായിക്കുന്നത് ദീപൻ മുരളി. ഇതിത്തിരി അപാരമാണ്. നീ ഇത്ര വേണ്ട. അപ്പൊ എളുപ്പമുള്ള ഞാൻ തരട്ടെ. എളുപ്പമുള്ള പറ. ഓക്കെ. അരുതരുത് കുതിര, അതിന്മേൽ നിൽക്കുന്ന മുതിര തിന്നാൻ മുതിരരുത് കുതിര. അരുത്. അരുതരുത് കുതിര, കൺഫ്യൂഷൻ അരുതെന്നല്ല. അരുതരുത് കുതിര, അതിന്മേൽ നിൽക്കുന്ന മുതിര തിന്നാൻ അരുതരുത് കുതിര, അതിന്മേൽ നിൽക്കുന്ന മുതിര തിന്നരുത് കുതിര, തിന്നാൻ മുതിരരുത് കുതിര. ഓ തിന്നാൻ മുതിരത്. അരുത് അരുത് രാമൻകുട്ടി. നെയ് തെളിഞ്ഞിട്ടുണ്ട്. നീ ഇതിലോട്ട് തട്ടാൻ. അപ്പം ഈ നെയ് തെളിഞ്ഞു വരുന്ന പരുവത്തിൽ നമ്മൾ ഓഫ് ചെയ്യേണ്ടതാണ്. ഒരു ഫൈനൽ പ്രോസസ്സിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇതെന്തിനാണെന്ന് വെച്ചാൽ കുറച്ച് ഞാൻ നോക്കിയപ്പോൾ ആ പാനിൽ കുറച്ച് നെയ് ബാലൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ കപ്പലണ്ടി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാമെന്ന് വെച്ചാൽ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഓൾറെഡി കാഷ്യൂ കപ്പലണ്ടിയും അതുപോലെ നമുക്ക് എന്താ പറയുക കിസ്മിസ് ഒക്കെ ഉണ്ട്. എന്നിരുന്നാലും ചിലപ്പോൾ ഇത് ഉരുട്ടുമ്പോൾ അകത്ത് കയറി പോയല്ലോ, നമുക്കിത് ഡെക്കറേറ്റ് ചെയ്യാൻ. ഇത് മാത്രമല്ല ഗൈസ്, നിങ്ങൾക്ക് വേണ്ട കാണിച്ചില്ല, ലഡുവിന്റെ സൈസിന് കുഞ്ഞു വാഴയില ഞങ്ങൾ കട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് ആരാ എവിടെയോ പോയി വാഴയിലേക്ക് വേണ്ടി. അതെ. അപ്പോൾ അതിന് സ്പെഷ്യൽ താങ്ക്സ് ടു ഞങ്ങളുടെ പ്രൊഡക്ഷൻ ടീമാണ്, ആർട്ട് ടീമാണ്. അപ്പോൾ നമുക്കൊന്ന് ഉരുട്ടാം. മാത്രമല്ല നമ്മുടെ ആദ്യമേ തുടക്കത്തിൽ പറഞ്ഞ ഒരു ആഘോഷത്തിൻ്റെ ഉത്സവത്തിൻ്റെയും പ്രതീകമാണ് ലഡു. സുഹൃത്തുക്കളെ, ഞങ്ങളുടെ ലഡു ദേ ചേച്ചി നന്നായിട്ട് ഉരുട്ടിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഞാൻ ചൂടോടുകൂടി ആ നെയ്യൊക്കെ കയ്യിൽ പുരണ്ടിട്ടുണ്ട്. ഞാൻ ആ സമയത്ത് പ്ലേറ്റ് ഒന്ന് അലങ്കരിച്ചിട്ടുണ്ട്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ലഡു എപ്പോഴും ഒരു ആഘോഷത്തിൻ്റെ ഉത്സവത്തിൻ്റെ ഒരു സന്തോഷത്തിൻ്റെ ഒരു പ്രതീകമാണ്. സോ അല്ലേ ആ ഒരു മധുരം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് പ്ലേറ്റിൽ ഞാൻ മനോഹരമായിട്ട് കുഞ്ഞു വാഴയിൽ ആ ലഡുവിൻ്റെ സൈസിൽ കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ രണ്ടാമത് പൂക്കൾ അതുപോലെ എടുക്കുന്നത് ഡിയ ക്യാൻഡിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനകത്തും ആ ക്യാൻഡിൽ ഒന്ന് കത്തിക്കാം. അപ്പോൾ ഈ ലഡു അങ്ങോട്ട് വെക്കട്ടെ, എൻ്റെ കൈ പൊള്ളുന്നു. ഓക്കെ. ചെറിയ ചൂടോടെ ഉരുട്ടിയാലേ അത് കറക്റ്റ് റോൾ ചെയ്ത് നമുക്ക് ആ ഉരുട്ടി. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ വേണമെങ്കിൽ ഒരു കപ്പലണ്ടി വെച്ചോളൂ. നമ്മുടെ ദീപന്റെ ഒരു സാറ്റിസ്ഫാക്ഷന് വേണ്ടി ഒരു കപ്പലണ്ടി അതിലോട്ട് ചൂടോടുകൂടി ഉരുട്ടുകയാണ്. So, welcome Chef Rajesh Subramaniam. അപ്പോൾ സെലിബ്രിറ്റി കിച്ചൺ മജിക്കിലേക്ക് അങ്ങനെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാണ് ഞങ്ങൾ. നമുക്ക് ടേസ്റ്റിംഗിലേക്ക് കിടക്കാം അല്ലേ? പോലെ ദീപനും കൂടെ ചേർന്നതാ ഒരു ഉത്സവ പ്രതീതമായിട്ട് ദീപാവലി. എന്താ പേരിട്ടിരിക്കണ? ചെറുപയർ. ഓക്കെ. പ്രസന്റേഷൻ നല്ല ലുക്കുണ്ട്. ഓക്കെ, ഒരു സജഷൻ ഉള്ളതെന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോഴും പ്രസന്റേഷനിൽ എഡിബിൾ ആയിരിക്കണം, എഡിബിൾ ഉള്ള ഐറ്റംസ് ആയിരിക്കണം നമ്മൾ കൂടുതൽ കൊടുക്കാറുള്ളൂ. ഫ്ലവേഴ്സ് വെച്ച് ദോഷം പറയുന്നില്ല, പക്ഷേ നമുക്ക് കാരണം ഇപ്പോൾ കിട്ടുന്നതൊക്കെ നമുക്ക് പറയാൻ പറ്റത്തില്ല ഇത് ഭാഗത്ത് എന്താണ് വരുന്നത്, അത് പെസ്റ്റിസൈഡ്സ് ഉണ്ടോ ഇല്ലയെന്ന് നമുക്കറിയില്ല, ക്ലീൻഡ് ആണോ എന്ന് അറിയത്തില്ല. കാരണം ഹോട്ടലിൽ തന്നെ നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വരുന്ന ഫ്രൂട്ട്സും വെജിറ്റബിളും ഒക്കെ തന്നെ ക്ലോറിനേറ്റ് ചെയ്ത് വാഷ് ചെയ്ത് അല്ലെങ്കിൽ ഡിപ്പ് ചെയ്തിട്ടൊക്കെയാണ് നമ്മളത് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് ലഡു ആക്ച്വലി ആ വാഴയില ജസ്റ്റ് പ്ലേസ് ചെയ്ത് അല്ലല്ല, ഞാൻ കാരണം അതൊക്കെ എനിക്ക് ഓക്കെ ഹാപ്പിയാണ്, ഇല്ല കുഴപ്പമൊന്നുമില്ല. ഞാൻ ദോഷമായിട്ടല്ല പറയുന്നത്, അത് എല്ലാവരുടെയും കൂടി ഒരു അവയർനെസ്സിന് വേണ്ടിയിട്ട് ഞാൻ പറയുന്നതാണ്. നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് ഇപ്പോൾ കാണാം റോസാ പെഡൽസ് ഒക്കെ ഇടുന്നുണ്ട്, പക്ഷെ എന്നിരുന്നാലും നമ്മൾ സേഫ് ആണോ ഇല്ലയോ എന്ന് നമ്മൾ നോക്കി ചെയ്യാവുന്നതാണ്. അതുപോലെ
ഇപ്പോൾ ചെറുപയർ ഇതിൻ്റെ ഒരു പ്രിപ്പറേഷൻ ഒന്ന് പറയാമോ? ചെറുപയർ റോസ്റ്റ് ചെയ്തു, പിന്നെ പീനട്ട് കാഷ്നട്ട് റോസ്റ്റ് ചെയ്തു, എന്നിട്ട് അത് നല്ലപോലെ പൊടിച്ചെടുത്തു, മിക്സിയിൽ പൊടിച്ചു, എന്നിട്ട് നെയ്യിൽ അതിനെ നല്ല വഴറ്റി തേങ്ങ ഇട്ടു, നല്ല പച്ച തേങ്ങ, പിന്നെ ശർക്കര നെയ്യിൽ വഴറ്റി ശർക്കര, തേങ്ങ, ഏലക്ക, അത്രേ ഉള്ളൂ. അപ്പോൾ ഇതിനകത്ത് മോയ്സ്ചറിന് നമ്മൾ വെള്ളമൊന്നും ഒന്നുമില്ല, അതാ നെയ്യിൽ വഴറ്റി തേങ്ങയും. ഇതിനുള്ളൊരു മോയ്സ്ചർ കിട്ടിയിരിക്കുന്നതെന്ന് പറയുന്നത് തേങ്ങയുണ്ട്, ജാഗരി, നെയ്യ്, ഇത് വെച്ച് ആ മോയ്സ്ചർ വെച്ചിട്ടാണ് ഇത് ജാഗറി, വൈറ്റ് ജാഗറിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ കളർ മെയിൻറ്റെയിൻ ചെയ്യാൻ ടേസ്റ്റ് ചെയ്യാം അല്ലേ? ഈ ഹോൾ പയറാണ് ഇട്ടിരിക്കുന്ന. അപ്പൊ ഇതെന്താന്ന് വെച്ചാൽ ഇത് കുറച്ച് ഒന്ന് വറുത്ത് അതിന്റെ ഒരു ഇട്ടിരുന്നെങ്കിൽ കാരണം ഇപ്പൊ ഞാനിപ്പം നമ്മളെടുത്ത് കടിക്കുകയാണെങ്കിൽ അതിന്റെ ഒരു റോ വരുമ്പോഴത്തേക്ക് അറിയാതെ ടേസ്റ്റ് മാറിപ്പോകും. അതിലുണ്ടോ ഓൾറെഡി? ചെറുപയറിൻ്റെ ഫ്ലേവർ നന്നായിട്ടുണ്ട്. പിന്നെ അതിനോടൊപ്പം തന്നെ കാഷ്നട്ട് പീനട്ടും തേങ്ങയാണ് കുറച്ചുകൂടി കിട്ടുന്നത്. പൊതുവേ ഈ റോസ്റ്റഡ് ചെറുപയർ നമ്മൾ വറുത്ത്, കാരണം അത് നന്നായിട്ട് വെന്തില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു റോ ഫീലിംഗ് കിട്ടും. ഇതത് കിട്ടുന്നില്ല, കാരണം ഒരു പാകമായിട്ടുണ്ട്. ഓക്കെ, പിന്നെ കുറച്ചൊരു എന്താ പറഞ്ഞാൽ ഇലാസ്റ്റിസിറ്റി വെച്ച് കുറച്ച് കൂടിയിട്ടുണ്ട്. ഓക്കെ, അത് കുറച്ചുകൂടി ഒരു ഡ്രൈ ഫീലിംഗ് ആണ് നമുക്ക് ഇതിനകത്ത് വേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഇച്ചിരി മോയ്സ്ചറും അതുപോലെ ഒരു തിക്ക് ഫീലിംഗ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് തോന്നുന്നത് വെന്തോ ഇല്ലയോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. ബട്ട് ഇറ്റ്സ് കുക്ക്ഡ്. ഓക്കെ, ഐ എം ഹാപ്പി. ഓക്കെ, ഇനി ഒരു ഇത് നമ്മൾ ലഡു ചെയ്യുമ്പോഴത്തേക്ക് എപ്പോഴും കാരണം ഷെഫിൻ്റെ ഭാഗത്തു നിന്ന് നമ്മുടെ ഒരു ഇൻഡസ്ട്രിയുടെ ഭാഗത്തു നിന്ന് സംസാരിക്കുന്നതാണ്, കുറച്ചുകൂടി ഒന്നൊരു പെർഫെക്ഷൻ, കാരണം ഒരു ഈവൻ സൈസും എപ്പോഴും നല്ലൊരു പെർഫെക്ഷൻ ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ പോയ നമുക്കതൊരു ഒരു കാരണം ഒരു പ്രൊഫഷണലിസം. യെസ്, ഓക്കെ. ഇപ്പം ഞാൻ തന്നെ പലയിടത്തും ഈ ജഡ്ജസ് ആയിട്ട് പോകുമ്പം അവരിൽ നിന്നാണ് കുറേ ഡിഷുകൾ നമുക്ക് കിട്ടുന്നത്. മനസ്സിലാവുന്നുണ്ട്. അപ്പം ആ ഒരു ലെവലിലോട്ട് നമുക്ക് മുന്നോട്ട് പോട്ടെ. ഓക്കെ, മിൽമ പ്രസൻസ് ഫിറ ഫുഡ് സെലിബ്രിറ്റി കിച്ചൺ മാജിക് സീസൺ 3 പവർഡ് ബൈ അമൃതവേണി KSFE ആൻഡ് നമ്മുടെ രാമചന്ദ്രൻ. ശരി, നമുക്ക് അടുത്ത സെഗ്മെന്റിലേക്ക് കടക്കാം. നമുക്ക് അതായത് ഇവിടെ നമ്മൾ ഇപ്പം നിങ്ങൾ 8 പേരുണ്ട് അല്ലേ? 8 പേരും നമ്മളിപ്പോൾ കുറേ ദിവസങ്ങളായിട്ട് നമ്മൾ ഒരുമിച്ചുണ്ട്. ഈ കുടുംബത്തിന് സെലിബ്രിറ്റി കിച്ചൺ മാജിക്കിന്റെ ഭാഗമായിട്ടാണെന്നുള്ളത്. ഇപ്പോൾ ഓരോരുത്തരുടെയും സ്വഭാവത്തിന്റെ സവിശേഷതകൾ എന്താണ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം. എന്റെ സ്വഭാവം എന്താണെന്ന് എനിക്ക് അറിയില്ലായിരിക്കും, പക്ഷെ മറ്റുള്ളവർ കാണുന്നവർക്ക് അറിയാൻ പറ്റുമായിരിക്കും. അപ്പൊ ഇവിടെ വന്ന് കണ്ടതിൽ വെച്ച് നിങ്ങൾ ഓരോരുത്തരുടെയും സ്വഭാവം ഏത് പച്ചക്കറിയുമായിട്ട് ഉപയോഗിക്കാൻ പറ്റും? ഓരോ ടീമും പറയണ്ടേ? അപ്പൊ നിങ്ങളെ ടീമിലുള്ളവര് ഓപ്പോസിറ്റ് ടീമിലുള്ള ആൾക്കാരെ ഇവിടെയുള്ള വെജിറ്റബിൾസുമായിട്ട് കമ്പയർ ചെയ്താൽ, അവരുടെ ക്യാരക്ടറുമായിട്ട് കമ്പയർ ചെയ്താൽ ചുവന്ന മുളക്, ക്യാരക്ടർ അല്ലേ, ലുക്ക് അല്ലല്ലോ. ഞാൻ കാന്താരിയാണോ മാഷെ? കാന്താരി കാന്താരി പച്ച കളറല്ലേ? ചുവന്ന കാന്താരി ഉണ്ട്. അത് പഴുക്കുമ്പോ ചുവന്നു. എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞത്? എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞത്? എന്തുകൊണ്ട് പറഞ്ഞത്? നമുക്ക് കാരണം ദീപൻ ഓൾറെഡി ഒന്നെടുത്ത് പറഞ്ഞു. ചേച്ചിക്ക് ഓരോരുത്തരെ ഓരോ പച്ചക്കറി ഉപമിക്കാം, പക്ഷെ കാരണം കൂടി പറയണേ, റീസണും പറയണം. എന്തുകൊണ്ട് അവരെ എന്താ റീസൺ ഉണ്ടാവുമല്ലോ. അപ്പൊ എവിടെ നിന്ന് തുടങ്ങണം? എനിക്ക് ഇവിടെ മാത്രം പറയാൻ പറ്റും. റെഡി 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 ശരി. നവീന് ചേന എലിഫന്റ്
അതായത് ചൊറിയനോ? നവീൻ നവീൻ അതായത് ചേന എന്ന് വെച്ചാൽ ചൊറിയൻ അതാണ്. അതായത് നവീന്റെ അടുത്ത് വരുമ്പോൾ ഇത് എന്തുവാടാ കോസ്റ്റ്യൂം എന്താ പറഞ്ഞ കുറെ കുറ്റം പറയും. അടുത്ത് ഇതിന് പുറകിൽ എൻട്രി വരാൻ നിൽക്കുമല്ലോ, അപ്പൊ പറയും എന്തോ അടിപൊളി കോസ്റ്റ്യൂം, നീ നന്നായിട്ടുണ്ട് കേട്ടോ. ഇതാണ് ചൊറിയൻ. പിന്നെ അത് ചേന നവീൻ വേണ്ട. പക്ഷെ ചൊറിയല്ല, അത് അസൂയാണ് കേട്ടോ. അല്ലല്ല മീൻസ് അവനും ഞാനും തമ്മിൽ ട്രോളുണ്ട്. പക്ഷെ എന്നാലൊരു പൊടിക്ക് അസൂയുണ്ട്. ചേന നല്ലതാ. അത് നല്ലതാ. ശരി, അപ്പൊ അടുത്ത ആൾ ചേച്ചിയാ ബീന ചേച്ചി വീണ ചേച്ചി കുമ്പളങ്ങ. എന്താ പ്രത്യേകം എന്താ? വീണ ചേച്ചി ഭയങ്കര cute ശരിക്കും അല്ലേ? അങ്ങനെ ഔഷധ ഗുണമുണ്ട്. ഔഷധ ഗുണം ഔഷധ മാത്രം, ഗുണമുണ്ട്. മൊത്തത്തിൽ പോഷക സമൃദ്ധമായ പോഷക സമൃദ്ധം. ഞാന് നല്ല ജിമ്മാന്നൊക്കെ. നാദിറ നാദിറ മുരിങ്ങ. അല്ല പച്ചമുളക് ഹോട്ടാണ്, എരിയും കുറച്ച് ഇതൊക്കെ. ഹോട്ടാണ്. ഹോട്ടാണ്. പച്ചമുളക് ഹോട്ടാണ് ഹോട്ടാണ്. സ്പൈസി. കാന്താരി. ഹോട്ട് ആൻഡ് അവൻ സ്പൈസി. ആക്ച്വലി ഈ തെറിച്ചു പോകുന്ന പച്ചക്കറി എന്തുണ്ട്, നമ്മൾ കയ്യിലെടുക്കുമ്പോൾ ചാടിപ്പോ. ചെറുപ്പൻ അതാണെങ്കിൽ കടല വെള്ളത്തിൽ ഇട്ടിട്ട് നമ്മൾ പിന്നെ കറി ഇങ്ങനെ ഇങ്ങനെ എടുക്കൂലേ? ആ അപ്പോഴത് അത് വേണേ പറയാം. കാരണം ഭയങ്കര വെള്ളത്തിലല്ല, അത് ഭയങ്കര പുഴുങ്ങിയതിന് വൈബ്രന്റ് ശേഷം. ആണ്. അത് കടല പുഴുങ്ങിയതിന് ശേഷം ചുരുക്കി പറഞ്ഞ ചേച്ചി വന്ന് പുഴുങ്ങിയ കടലയാണ്. കടുക്. നിങ്ങൾ ഉദ്ദേശിച്ച കടുക്കാണ്. ഇല്ല കടല, പുഴുങ്ങിയ കടല. നീ ഇനി അവിടെ ഇടപെടണ്ട. ഇവര് പച്ചക്കറി മത്തൻ. അല്ല ഒരുപാട് വടവലങ്ങ. ക്യാബേജ്. അല്ലല്ല ഒരുപാട് ഗുണങ്ങളുള്ള സാധനം എന്താ, ബ്രൊക്കോളി. ബ്രൊക്കോളി. ആ ഒരുപാട് ഗുണങ്ങളുണ്ട്. ചേച്ചി പറയുകയാണെങ്കിൽ ദിവ്യ തക്കാളി. തക്കാളി. അല്ല അത് കണ്ടില്ല, അത് മുഖത്തോട്ട് നോക്ക. തക്കാളി തക്കാളി മനസ്സിൽ വെച്ചിട്ടാ മുഖത്തോട്ട് നോക്കിയത്. കേട്ടോ? സൗന്ദര്യമല്ല സ്വഭാവം. സ്വഭാവമാണ് ഞങ്ങൾ പറഞ്ഞത്. സ്വഭാവം. അത് പാവം. ശരി സാർ ഇരുന്നോളൂ. ഓടി വാ. ബീന ചേച്ചി കിട്ടുന്ന അവസരങ്ങളൊക്കെ മുതലാക്കിക്കോണം. കിട്ടിയോ തിരിച്ചടിച്ചോ? മാക്സിമം പച്ചക്കറി നോക്കണല്ലോ. ഇപ്പൊ കിട്ടും. അല്ല നമ്മളൊന്നും ചേച്ചി ഒന്നും ഓർത്തോളൂ. നമ്മൾ മോശമായിട്ടൊന്നും പറയില്ല. പച്ചക്കറിയുമായിട്ടാണ് ഉപമിക്കേണ്ടത്. പച്ചക്കറികളായിട്ട് അല്ലേ? അല്ല എനിക്കും പറയാനുള്ളത് നമ്മുടെ പ്രിയ സുഹൃത്തായ ദീപനാണ്. ഒരു കിഴങ്ങിന്റെ ഒരു അവസ്ഥയാണ്. കാര്യം നമ്മള് ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത്. കാരണം ചേനയും കിഴങ്ങ് വർഗത്തിൽപ്പെട്ടതാണ്. അല്ല ശരിയാണ്. എന്തായാലും കിഴങ്ങ് വർഗത്തിൽപ്പെട്ട രണ്ടുപേരും നമ്മളോടൊപ്പം ഉണ്ട്. കിഴങ്ങ് ദീപനും ചേന നവീനും. അല്ല എന്തുകൊണ്ടാണ് ഇപ്പൊ മനസ്സിലായില്ല രണ്ടുപേരും തമ്മിൽ. എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മള് ഈ കിഴങ്ങ് ആദ്യം സംഭവം ഭയങ്കര കട്ടി പോലെ ദീപന്റെ ക്യാരക്ടർ നമ്മൾ പെട്ടെന്ന് ആദ്യം അങ്ങനെ വിചാരിക്കും. പക്ഷെ അതങ്ങനെ പുഴുങ്ങി കഴിഞ്ഞാൽ കൊഴ ഒരു കുഴച്ചില്ല. അതന്നെ ഒരു ഇങ്ങനെ ഇനി എവിടെ ചേച്ചി ഇവിടെ പറഞ്ഞു. ഇതുപോലെ പറയണം. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ആൻപേഴ്സിനെ പറ്റിയും പറയും. ഒരു ഇതുപോലെ പറയും. തേങ്ങ, നാളികേരം. ഒരു നാളികേരം. ഇറഞ്ഞടിക്കാനാണോ? അല്ല ഇതിന്റെ അകത്ത് ഒരുപാട് തേങ്ങ എന്ന് പറഞ്ഞാൽ എന്താ സംഭവം അല്ലേ? അപ്പൊ അതുപോലെ ഒരുപാട് ഗുണങ്ങളുള്ള ഒരു പുറത്തിങ്ങനെയൊക്കെ ഇരിക്കുമെങ്കിലും ചേച്ചി മാത്രമല്ല ഇപ്പൊ ഏറ്റവും വാല്യൂബിൾ ഉള്ള സാധനമാണ്. ഏറ്റവും അതെ, വില ഉള്ള അപ്പൊ അതെ, അതുകൊണ്ട് അത്ര വാല്യുബിൾ ആയിട്ട് ഞാൻ കാണുന്നു, തേങ്ങയായിട്ട് കാണുന്നു. തേങ്ങ അതാണ് ആ തേങ്ങയല്ല. ഓക്കെ. വിഷ്ണു, ഇനി വിഷ്ണു. വിഷ്ണുവിന്റെ കാര്യം പറയണെങ്കിൽ വിഷ്ണു ഒരു വെണ്ടക്കയായിട്ട് പറയാം. എന്താ അല്ല വെണ്ടക്ക നമ്മൾ കാണുമ്പോ ഒരു നല്ല ഇതായിട്ടിരിക്കും. പക്ഷെ തൊട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ എന്താ പറയാ ഇങ്ങനെ വളവളാന്നിരിക്കും. അതായത് വിഷ്ണുവിന്റെ മനസ്സിലൊന്നുമില്ല. അങ്ങനെ വളരെ അല്ല ഞാൻ മുഴുവൻ കുത്തി അങ്ങ് കൊന്നു. വളരെ എന്നിട്ട് അങ്ങ് തടവ്. ഒരാളാണ്. നമ്മൾ ആദ്യം വിചാരിക്കും സംഭവം ഒന്നുമില്ല, പക്ഷെ ഒന്നുമില്ല. വളരെ അത് നമ്മൾ ഈ ഇത് കഴിക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ടില്ലേ, കയ്യിൽ വെറുതെ ഇങ്ങനെ വളവളാന്നിരിക്കും. വെണ്ടക്ക വിഷ്ണു ഒരു വഴുവഴാന്നല്ലേ? ആ പക്ഷെ ആള് പാവാ. നാദിറ ഒരു മുരിങ്ങാക്കായിട്ട് ഞാൻ നാദിറെ മുരിങ്ങാക്കായി നല്ല സാധനം. മുരിങ്ങാക്കായ എന്താന്ന് വിചാരിച്ചു കൂടിപ്പോയേണ്ടത്. അതുകൊള്ളാം. ചേച്ചി എന്തുകൊണ്ട് മുരിങ്ങക്കയോട് നാദര ഉപമിച്ചു? നമ്മള് ഹെൽത്തി ആയിട്ടും ഏറ്റവും കൂടുതൽ ട്രോളന്മാർക്ക് പുതിയ ട്രോൾ നീ എന്ത് വൃത്തിയോടാണ് ഒക്കെ പറഞ്ഞിട്ടാണ് ഞാൻ കൈ അത് കൊടുക്കുന്നത്. ചോറ് കൊടുക്ക് ചേച്ചി. മുരിങ്ങക്കായുടെ ഒരു കൊടുക്ക്. ആ, അതെ.
ഇതിന് ഇത്തിരി കഷ്ടപ്പെട്ട് അങ്ങ് പോണ്ടായിരുന്നു. അറവാൻ വേണ്ടി അങ്ങ് പോകണം, അടിക്കാനല്ലേ പോകേണ്ടത്. ചെറിയ കുട്ടികളാണ് എനിക്ക്. ശരി, ഇനിയിപ്പോ ഇവിടെ ചേട്ടൻ എന്റെ മനസ്സിലുള്ളത് ഇത് തണ്ണിമത്തൻ. അതെന്താ? അല്ല, തണ്ണിമത്തൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പുറമെ ഒരു പച്ച കളറാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു ഇതും കൂടെയാണ്. നല്ല ഗുണമുള്ള ഒരു ഫ്രൂട്ടും കൂടെയാണ്. ഒരുപാട് വാട്ടർ കണ്ടന്റ് ഉണ്ട്. പ്രോട്ടീൻ. പുള്ളിക്ക് കുറെ വാട്ടർ കണ്ടന്റ് ഉള്ളതാണോ? തീർച്ചയായിട്ടും ഒരുപാട് വാട്ടർ കണ്ടന്റ്. ആ താടി കണ്ട അറിയില്ല വാട്ടർ കണ്ടന്റ് ഒരുപാടുള്ള മനുഷ്യനാണ്. തഴച്ചു വളരുന്ന. പിന്നെ ഒരു നൈസ് ആയിട്ടുള്ള ഒരു ഇഷ്ടമുള്ള ഒരു ഫ്രൂട്ടാണ്. ഇനി ദിവ്യ ഞാനൊരു ഇങ്ങനത്തെ ഒരു മുളകായിട്ട് നോക്കണം. മൂക്കൊക്കെ നോക്ക്, വളഞ്ഞതാ, ഒരു എരിവില്ല, നമുക്ക് നല്ല ബജിയൊക്കെ ഉണ്ടാക്കി കഴിക്കാം, ടേസ്റ്റ് ആണ്, അതുകൊണ്ട് സ്വീറ്റ് ആണ് അവള് നല്ല എന്ന് വെച്ചാൽ പറഞ്ഞ ആരോട് എപ്പോഴും അങ്ങനെ ഒരു ഇതില്ല, കണ്ടും ഇങ്ങനെ ഭയങ്കര ഷാർപ്പൊക്കെ ആയിട്ട് തോന്നും, പക്ഷെ ആള് നല്ല കാണാനൊരു കാന്താരി ലുക്ക് ഉണ്ടെങ്കിലും ആള് ആവാം. അതെ അതെ. ഓക്കെ ചേച്ചി, കൊള്ളാം. മിൽമ പ്രസൻസ് ഫിറ ഫുഡ് സെലിബ്രിറ്റി കിച്ചൺ മാജിക് സീസൺ 3 പവർഡ് ബൈ അമൃതവേണി KSFE ആൻഡ് നമ്മുടെ രാമചന്ദ്രൻ. ഞാൻ ബീന ചേച്ചിനെ യമുന ചേച്ചിനെ മധുരക്കിഴങ്ങായിട്ട് ചക്കരക്കിഴങ്ങ് എന്നൊക്കെ പറഞ്ഞു അറിയില്ല. സ്വീറ്റ് പൊട്ടറ്റോ. എന്ത് പറയില്ലേ? സ്വീറ്റ് പൊട്ടറ്റോ. സ്വീറ്റ് പൊട്ടറ്റോ. നമ്മൾ അല്ല ഇവര് പറയാൻ കാരണം വെച്ചാൽ ഞാൻ എൻ്റെ സ്വന്തം ചേച്ചിമാരെ പോലെ എനിക്ക് എന്തും പറഞ്ഞാലും ആ ഒരു നെഗറ്റീവായിട്ട് ഒന്നും പറയാം, നമ്മൾ കൂടെ നിന്ന് ആ ഒരു ഉപദേശവും കാര്യങ്ങളും ഒക്കെ തരുന്ന രണ്ടുപേര്. യമുന ചേച്ചിന് മുന്നേ എനിക്ക് ബീന ചേച്ചി മുന്നേ അറിയാം, പക്ഷെ കാണുന്നത് ഈ ഫ്ലോറിൽ വെച്ചിട്ടാണ്. ആ യമുന ചേച്ചിയായിട്ട് ഞാൻ വർക്ക് ചെയ്തതാണ്, അപ്പൊ എനിക്ക് അറിയാം. ഇപ്പൊ ഇവിടെ നിന്ന് വെച്ച് കണ്ടപ്പോഴും ആ ഒരു സ്വഭാവത്തിന് ഒരു മധുരമുള്ള കിഴങ്ങ്. കിഴങ്ങാണേ കാന്താരിയാടാ കാന്താരി. ചേച്ചി, അത് നവീന്റെ ടീം ആയതുകൊണ്ട് അങ്ങനെ വന്നത്. രണ്ടുപേരും ചേച്ചി മധുരം ഉണ്ടെങ്കിൽ കിഴങ്ങെന്നാ പറഞ്ഞത്. അല്ല ചക്കര അവൻ കാന്താരിയാണ്. വിഷ്ണു വിഷ്ണു അറിയോ? അതിന് എറണാകുളത്ത് എന്താ പറയുക? കണ്ടിക്കിഴങ്ങ്. കണ്ടിക്കിഴങ്ങ് എന്ന് പറയും. ശരി, ഞാൻ എന്റെ പറഞ്ഞു കാന്താരിയാണ് നീ. കാന്താരി കാന്താരി. വിഷ്ണു നാദര അതേട്ടൻ പറയില്ല. അതേട്ടൻ പറഞ്ഞോളൂ. ഞാൻ മൂന്നാമത് സവാള ഏത് കറിക്ക് വിടാം, എത്ര അരിഞ്ഞ് അകത്തോട്ട് പോയാലും ഒന്നുമില്ല, അത് തന്നെ. ഓക്കെ, എനിവേ പക്ഷെ വേറെ രസം നവീൻ നമ്മൾ വിട്ടുപോയി. പൈനാപ്പിൾ ഫുൾ മസില. പൈനാപ്പിൾ ഫുൾ മസിലാണ്, പ്രോട്ടീനാണ്. അത് ചേരുകയും ചെയ്യും. എന്താന്നറിയോ, അതില് മുള്ളു കഴിച്ചാ ചൊറിയുകയും ചെയ്യും. ഇല്ല, അതില് ഒരു ഇത് നിങ്ങൾ എന്തിനാ അവ എങ്ങനെയെങ്കിലും സ്വീറ്റ് ആവാൻ ശ്രമിക്കുമ്പോ കൊണ്ട് വീണ്ടും ചൊറിയിൽ കൊണ്ട് പൈനാപ്പിൾ വളരെ നല്ല ഒരു ഫ്രൂട്ടാണ്, കാരണം അൾസറിന് മരുന്നായിട്ട് യൂസ് ചെയ്യാൻ ആകെ അത് മാത്രമേ പറ്റൂ. കറക്റ്റ്. അപ്പൊ അപ്സരക്ക് പറ്റും. അൾസറിന് ദീപൻ. ദീപൻ നാരങ്ങ. സ്പൈസിയാ. അത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും നമുക്ക് മിക്സ് ചെയ്യാം. വോഡ്കയോടൊപ്പം മിക്സ് ചെയ്യാം. അല്ല, നമുക്ക് എങ്ങനെ വേണമെങ്കിൽ യൂസ് ചെയ്യാം. അത് ജ്യൂസ് ആയിട്ട് വിഷ്ണു കരുതി കൂട്ടി വരിക കേട്ടോ. തുടങ്ങാം. നാദരയും വിഷ്ണുവും നമ്മുടെ ബാക്കി സെലിബ്രിറ്റീസിനെ ഒന്ന് പച്ചക്കറികളുമായിട്ട് ഉപമിക്കാം. അനീഷേട്ടാ വേറെ ഒന്നുമില്ല, ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. നിങ്ങൾ എന്താന്ന് വെച്ചാൽ പറഞ്ഞോ. മുമ്പ് ഇരിക്കാം. നവീൻ ചേട്ടൻ കുറച്ചൊരു ഉള്ളി തൊലിച്ച് വരുമ്പോഴത്തേക്കും മനസ്സിലാവുള്ളൂ ഒന്നുമില്ല. പക്ഷെ ഉള്ളിയിട്ട് ബീഫ് വെച്ച് ഇത്രയും ടേസ്റ്റ് അങ്ങോട്ട് ചോദിച്ചില്ല. ഉള്ളിയെ പറ്റിയാണ് പറയുന്നത്. ഉള്ളി അഭിപ്രായം പറയണ്ട. തൊലിച്ച് വരുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ ഉള്ളിലൊന്നുമില്ല. ചേച്ചി ചക്ക. ചക്ക. അതെ, പൊട്ടിച്ചു വരുമ്പോ കൊറേ ചൊള ഉണ്ടാവും. അതുപോലെ ചേച്ചിയും കൊറേ കഴിവുള്ള ആളാ. രൂപത്തിലല്ല കേട്ടോ പറഞ്ഞത്, രൂപത്തിലല്ല. രൂപത്തിൽ ഞാനൊരു ചക്കയാണ്. ക്രിസ്തേട്ടൻ പൈനാപ്പിൾ. എന്താ നമ്മൾ ദൂരത്തുനിന്ന് കാണുമ്പോഴത്തേക്കും അടുത്ത് വരുമ്പോഴത്തേക്കും ആണെങ്കിലും കുറച്ചും കൂടി ഹാർഡും ഇതൊക്കെ ആയിട്ട് തോന്നും, പക്ഷേ ഉള്ളിൽ ഭയങ്കര സ്വീറ്റ്.
ഈ തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന പച്ചക്കറി വണ്ടി പോലെയൊക്കെ ഉണ്ട്. വണ്ടിയല്ല, ഒരു പച്ചക്കറി കടയായിട്ട് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. മൊത്തത്തില് അതെ അതെ. ഓ ഒരു വെജിറ്റബിൾ സൂപ്പർ മാർക്കറ്റ്. പച്ചക്കറിക്ക് ഭയങ്കര ക്ഷാമം. എല്ലാ അറിവുള്ള പച്ചക്കറി നിങ്ങൾ പറഞ്ഞു. അല്ല സാമ്പാർ കഷ്ണങ്ങൾ അതെ, സാമ്പാർ കഷ്ണങ്ങൾ. ഓക്കെ യമന ചേച്ചി, ദീപൻ യമന ചേച്ചി, ആ, യമന ചേച്ചി. ക്യാരറ്റ് എന്താ ക്യാരറ്റ് കഴിച്ചാൽ കാഴ്ച കൂടും എന്ന് അറിയില്ലേ? നമ്മള് എപ്പിസോഡ് കണ്ടിട്ട് ഫസ്റ്റ് നമ്മളെ വിളിച്ചിട്ട് അടിപൊളിയാണെന്ന് പറഞ്ഞത് യമന ചേച്ചിയാണ്. അപ്പൊ യമന ചേച്ചി ഞങ്ങളെ നോട്ടീസ് ചെയ്തിട്ട് വിളിച്ചറിയിച്ചായിരുന്നു, ഇവിടെ അറിയിച്ചായിരുന്നു, എനിക്ക് വോയിസ് ഫോർവേഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ട് യമന ചേച്ചി. ദീപൻ ദീപൻ ചേട്ടനെ എന്താ പറയണ്ടേ, കറിവേപ്പിലെന്ന് പറയാൻ പറഞ്ഞു. അത് വലിയ ഐഡിയ കേട്ടോ. നല്ല പേരുകൾ. ആ കറിവേപ്പില നല്ലതല്ലേ? ഒഴിവാക്കാൻ പറ്റാത്തൊരു സാധനമാണ്. ആ അതാണ് വേണമെങ്കിൽ ഉപയോഗിച്ചാൽ മതി കേട്ടോ, വേണ്ട. ആ ദീപൻ ചേട്ടൻ അങ്ങനെ പറയാം. വേണമെങ്കിൽ ദീപൻ ചേട്ടൻ കഴിവുകളൊക്കെ ആവശ്യത്തിന് മാത്രമേ വെക്കത്തുള്ളൂ. അനാവശ്യ സ്ഥലത്ത് അത് വന്ന് ഉപയോഗിക്കാറുമില്ല ദീപൻ ചേട്ടൻ. ഓക്കെ താങ്ക് യു പ്ലീസ്. സൂപ്പർ. മിൽമ പ്രസൻസ് ഫിറ ഫുഡ് സെലിബ്രിറ്റി കിച്ചൺ മാജിക് സീസൺ 3 പവേർഡ് ബൈ അമൃതവേണി KSFE ആൻഡ് നമ്മുടെ രാമചന്ദ്രൻ. നല്ല വാമപ്പ് നന്നായി ചിരിച്ച് വയ്യുണ്ടായി. നല്ല രസമായിരുന്നു. എല്ലാവരും ആ വേഷവും കാര്യങ്ങളും ചിരിയും തമാശകളും ഉപമകളും അധികം വേദനിപ്പിക്കാതെ തന്നെ എല്ലാവരും ഒക്കെ പറഞ്ഞു. പക്ഷെ എന്തോ ആഘോഷത്തിന്റെ ഒരു മൂടല്ലേ? തീർച്ചയായിട്ടും ഒരു സെലിബ്രേഷൻ. നല്ല രസമുണ്ട്. നമ്മൾ എന്തായാലും ആഘോഷമാണ്. ആര് പാടും? അനീഷ് അല്ല അനീഷേട്ടൻ പാടിയത്. കാരണം ഇപ്പൊ ക്രിസ്ജി ഇവരൊക്കെ കുറെ പാടിയിട്ടുണ്ട്. എനിക്കൊരു ആഗ്രഹം ഉണ്ട്, സഹിച്ചോ. കാരണം അനീഷേട്ടൻ പാടിയിട്ടുള്ള കുറെ പാട്ടുകൾ കേട്ടിട്ടുണ്ടെങ്കിലും ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഇരുന്ന് എപ്പോഴും കേട്ടിട്ടുള്ള ഒരു പാട്ടുണ്ട്, ഭയങ്കര രസമായിട്ട് പാടാൻ പറ്റും, പാൽക്കടൽ എന്ന് പറഞ്ഞ പാട്ട്. അതൊന്ന് കേട്ടാ കൊള്ളാം. അപ്പൊ അതെല്ലാവരും സപ്പോർട്ട് ചെയ്യണം. തീർച്ചയായിട്ടും. പാൽക്കടലിലോളങ്ങളെ തള്ളി നീന്തി നീ വരുമ്പോൾ സമ്മാനമായി ഞാൻ നിനക്കൊരു വെള്ളാമ്പൽ പൂവ് തരാ, വെള്ളാമ്പൽ പൂവ് തരാ. പാൽക്കടലിലോളങ്ങളെ തള്ളി നീന്തി നീ വരുമ്പോൾ സമ്മാനമായി ഞാൻ നിനക്കൊരു വെള്ളാമ്പൽ പൂവ് തരാ, വെള്ളാമ്പൽ പൂവ് തരാ. കയങ്ങളെല്ലാം കഴിഞ്ഞുവല്ലോ, കരയടുത്തു കാണണല്ലോ. കയങ്ങളെല്ലാം കഴിഞ്ഞുവല്ലോ, കരയടുത്തു കാണണല്ലോ. കൈകുഴഞ്ഞു കാൽ കുഴഞ്ഞു നീ വരുന്ന നേരം, കൈകുഴഞ്ഞു കാൽ കുഴഞ്ഞു നീ വരുന്ന നേരം സമ്മാനമായി ഞാൻ നിനക്കൊരു വെള്ളാമ്പൽ പൂവ് തരാ, വെള്ളാമ്പൽ പൂവ് തരാ. പാൽക്കടലിലോളങ്ങളെ തള്ളി നീന്തി നീ വരുമ്പോൾ സമ്മാനമായി ഞാൻ നിനക്കൊരു വെള്ളാമ്പൽ പൂവ് തരാ, വെള്ളാമ്പൽ പൂവ് തരാ. കയങ്ങളെല്ലാം കഴിഞ്ഞുവല്ലോ, കരയടുത്തു കാണണല്ലോ. കയങ്ങളെല്ലാം കഴിഞ്ഞുവല്ലോ, കരയടുത്തു കാണണല്ലോ. കൈകുഴഞ്ഞു കാൽ കുഴഞ്ഞു നീ വരുന്ന നേരം, കൈകുഴഞ്ഞു കാൽ കുഴഞ്ഞു നീ വരുന്ന നേരം സമ്മാനമായി ഞാൻ നിനക്കൊരു വെള്ളാമ്പൽ പൂവ് തരാ, വെള്ളാമ്പൽ പൂവ് തരാ. ഫുഡ് സെലിബ്രിറ്റി കിച്ചൺ മാജിക് സീസൺ 3 പവേർഡ് ബൈ അമൃതവേണി KSFE ആൻഡ് നമ്മുടെ സ്വന്തം രാമചന്ദ്രൻ. നാളെ കാണാം. Crockery partner Minolta, easy and healthy cooking. Anish Ravi costume sponsored by Dhanya Furniture, Kottarakara.